എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുടി നരച്ച് എന്ന് കാണുമ്പോൾ തന്നെ ഓടിപ്പോയിട്ട് ഹെയർ ഡൈ വാങ്ങി ഉപയോഗിക്കാതെയും അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ളതാണെങ്കിലും എണ്ണയൊന്നും ഉപയോഗിക്കുന്നതിന് മുന്നേ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നര നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്ത് ഒരേപോലെ മുടി കറുപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. പണ്ട് കാലത്ത് 60 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു മുടി നരച്ചു തുടങ്ങുന്നത്. ഇന്ന് 15ഉം 20ഉം വയസ്സിൽ തന്നെ മുടി പൂർണ്ണമായിട്ടും നരച്ചു തുടങ്ങുന്നത് കാണുന്നുണ്ട് പലർക്കും. സ്ട്രെസ് അടക്കമുള്ള കാരണങ്ങൾ കൊണ്ടാണ് മുടി നമുക്ക് വേഗം നരയ്ക്കുന്നത്. ഹെയർ ഡൈ പോലെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അതൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യമല്ല. 2 ആഴ്ച കൂടുമ്പോൾ തന്നെ വീണ്ടും മുടിയെല്ലാം വെളുത്തു വരുന്നത് കാണാം. വീണ്ടും നമ്മൾ ഇത് വാങ്ങി ഉപയോഗിക്കും. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അകാലനര പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ പ്രായമാകുന്നതിന് മുന്നേ മുടി നരച്ചു തുടങ്ങുന്നത് കാണുകയാണെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് PCOD, തൈറോയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ മുടി നരയ്ക്കാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇലക്കറികൾ, പാല്, മുട്ട, തൈര്, ചെറുപയർ, വൻപയർ, പഴങ്ങൾ ഇവയിലൊക്കെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവയുടെയൊക്കെ അളവ് ഭക്ഷണത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും മുടി കൊഴിച്ചിലും നരയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പോഷകസമൃദ്ധമായ ആഹാരങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും നമ്മൾക്ക് കിട്ടാവുന്ന ഏതെങ്കിലും ഒരു പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടോ എന്നുള്ളത്. അത് കുറവുണ്ടെങ്കിലും നമുക്ക് മുടി നല്ലപോലെ നരയ്ക്കുന്നതാണ്. ബദാം, നെല്ലിക്ക, ബെറി പഴങ്ങൾ, ക്യാരറ്റ് ഇവയെല്ലാം മുടിയുടെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഉൾപ്പെടുത്തിയാലും നമുക്ക് നര നല്ലപോലെ കൺട്രോൾ ചെയ്ത് എല്ലാ മുടിയും ഒരുപോലെ കറുപ്പ് നിറമായി വരുന്നത് കാണാം അകാലനരയുള്ളവർക്ക്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടർ തരുന്ന മരുന്ന് കഴിക്കുമ്പോൾ തന്നെ മുടിയുടെ നരയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ പോയി ഡൈ ഒന്നും ഉപയോഗിച്ച് നോക്കാതെ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം കൂടുതലായിട്ട് നര ഒരു തരത്തിലും കൺട്രോൾ ആകുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുക. അതും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈകൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാനിതിവിടെ പറയുന്നത് അകാലനര ഉള്ളവർക്കാണ് കേട്ടോ, അല്ലാതെ പ്രായമായതിനു ശേഷം മുടി നരച്ചവർക്കുള്ള കാര്യമല്ല. അകാലനര കണ്ടുവരുന്നവർ ഈ രീതിയിലൊക്കെ ട്രീറ്റ്മെൻറ്റും ഭക്ഷണങ്ങളും ഒക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമ്മുടെ നര കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നതാണ്. മുടി നല്ല കട്ട കറുപ്പായിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്കും റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.